പണത്തിന് മീതെ പറക്കാത്ത പരുന്ത്. ഈ പരുന്ത് പണത്തിന് മീതെ പറക്കും, പറന്നിറങ്ങും. അതാണ് പരുന്ത് പുരുഷോത്തമൻ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നാളെ സൂര്യാസ്തമനം എന്നൊന്നുണ്ടെങ്കിൽ അവിടെ എന്റെ മേശപ്പുറത്ത് എന്റെ മുതലും പലിശ ഉണ്ടാവണം. പണത്തിന് മീതെ പരുന്ത് പറക്കൂല, പക്ഷേ പുരുഷു പറക്കും, പറന്നിറങ്ങും. അതാണ് പരുന്ത് പുരുഷോത്തമൻ. അതെന്താണാവോ? പണത്തിന് മീതെ പരുന്തോ കാക്കയോ അങ്ങനെന്തോ പറക്കാറില്ല, അങ്ങനെയല്ലേ? അതുമല്ലാണോ? നിന്നെക്കുറിച്ച് കുറച്ചു കാലം മുമ്പ് കേട്ടത് നീ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തിയെന്നും നീ നിന്റെ സ്വന്തം ആവശ്യത്തിനായി നീ തന്നെ കറൻസികൾ അച്ചടിച്ചെടുക്കുന്നുവെന്നാണ്. എന്ത് പുരുഷു, കമ്മട്ടം കളവ് പോയ? പുരുഷോത്തമന്റെ മൂക്കിലെ മുടിയാരും പറിക്കൂല. ഒരു നല്ല നടൻ ചിലപ്പോ ബോറനായേക്കാം, ഒരു ബോറൻ ചിലപ്പോ നല്ല നടനും ആവാം. മോഹൻലാൽ. ഇതിനെ തുടർന്ന് മമ്മൂട്ടി മോഹൻലാലിനെ കളിയാക്കി മിമിക്സ് പരേഡ് കാണിച്ചു. ആര് പറഞ്ഞിട്ടാ നീ മിമിക്സ് പരേഡ് ഇപ്പൊ ഇവിടെ അവതരിപ്പിക്കുന്നത്? ഈ കളി ഞാൻ ജയിക്കാൻ വേണ്ടി മാത്രം കളിക്കുന്നതാണ്. പണ്ട് പുന്നമടക്കായൽ കാലിക്കോണ കൊടുത്ത് കക്കാവാരി എന്ന് പറഞ്ഞ കാലത്തെ തരവഴി എടുത്താലുണ്ടല്ലോ, എല്ലിന്റെ കൂടും പാലിന്റെ കുറയും. കാണാം, കാണണം, കാണും. സവാരി ഗിരിഗിരി. என்ன கவுண்டர சும்மா நடு ரோட்ல அட்டி வாங்குறேன். സൂപ്പർ ഡയലോഗ് വെച്ചേ മാനെ ഗിരി. ഇത് എങ്ങനെയാടാ 8 കൊല്ലം കയ്യിൽ കുത്തി നീ ഡയലോഗ് എടുത്ത് വീശുന്നേ? കേട്ടിട്ട് കോൾമേര് കൊള്ളുന്നു മാനെ. ഇതങ്ങോട്ട് ചേർത്ത് വെച്ചൊരു ബലി വലിച്ചാണ്ടല്ല, തല സവാരി ഗിരിഗിരി. നീ ക്ലിന്റ് ഈസ്റ്റ്വുഡ് അഭിനയിച്ച ഗുഡ് ബാഡ് ആൻഡ് ദ അഗ്ലി എന്ന വൈൽഡ് വെസ്റ്റ് കൗബോയ് സിനിമ നടന്നു. അതിലൊരു ഡയലോഗ് ഉണ്ട്, ഇഫ് യു വാണ്ട് ഷൂട്ട് ഷൂട്ട് ഡോണ്ട് ടോക്ക്. അതായത് പച്ച മലയാളത്തിൽ പറഞ്ഞ വെടി വെക്കാൻ ഇറങ്ങിയാൽ വെച്ചിട്ട് വേണം, ഇടയിൽ കൊണാരം അടിക്കരുത്. മണിയാ, കൊല്ലം കുറെ ആയില്ലേ നമ്മൾ തമ്മിൽ ഈ ആട്ടി പൊള്ളി തുടങ്ങിയിട്ട്. നിന്റെ ഉള്ളിലിരിപ്പ് വേറെയാണെന്ന് എനിക്കറിയാം, അത് കേസ് കേട്ട് വേറെ. നിന്നെ കണ്ടതെന്നായിരുന്നു ആദ്യം? ഓർമ്മയില്ല. നിധി ഒളിഞ്ഞിരിക്കുന്ന ദ്വീപുകൾ തേടി 10 വർഷം മുമ്പ് തുടങ്ങിയ യാത്രയിൽ കലങ്ങി കറുത്ത കടലിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുണ്ട്. 1 2 തവണ എന്റെ കണ്ണിന് നേരെ നീ ചൂണ്ടക്കൊളുത്ത് എറിഞ്ഞിട്ടുമുണ്ട്. ഞാൻ പെയ്യും, ഇടിച്ചു കുത്തി പെയ്യും. മുൻകൂർ നോട്ടീസിന് നന്ദി. ഞാനൊരു 14 ദിവസത്തെ ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. ഉഴിച്ചില്, പിഴിച്ചില്, ധാര, വസ്തി. പക്ഷേ ഇത് കോട്ടയമാടാ. ആകാശത്തിന് ചുവട്ടിലെ ഏത് മണ്ണും നാടും ജഗന്നാഥന് സമമാണ്. പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒരു തുണയുടെ ബലം എനിക്ക് ആവശ്യം വരില്ല. തകർക്കാൻ എന്തോ എളുപ്പമാണ്, കെട്ടി ഉയർത്താനാണ് പാട്. ഒന്നും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്, അതാർക്കും നന്നാവില്ല. ഒരറ്റത്തുനിന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിർത്തില്ല, പൊളിച്ചടുക്കും പലതും. എന്റെ ഉള്ളിൽ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് കിടത്തിയ മറ്റൊരു ജഗന്നാഥനുണ്ട്, മുറിവേറ്റ മൃഗം. അതിനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലായി തീരും. യവൻ പുലിയാണ് കേട്ടാ. പുലി എന്ന് പറഞ്ഞ വെറും പുലിയല്ല, ഒരു സിംഹം. ഊതരുതേ, ഊതിയ തീപ്പൊരി പറക്കും. എനിക്ക് 4 കാലുള്ള പോത്തുകളോട് പെരുമാറിയാണ് പഴക്കം. ഇനി നിന്നെപ്പോലത്തെ 2 കാലുള്ള പോത്തുകളോട് ആ പഴക്കം വെച്ച് പെരുമാറണമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. ഒരുങ്ങിക്കോ, മാണിക്കായിട്ടുള്ള അംഗത്തിന് ഒരുങ്ങിക്കോ. എന്താ ചെയ്യ? ഈ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ബോംബെ ഇപ്പൊ മുംബൈ എന്ന് പറയും. അവിടുത്തെ ചേരികൾ, സ്ലംസ്, ലോകപ്രസ്ഥ. മോഷ്ടാക്കളും പിടിച്ചുപറിക്കാരും ഗുണ്ടകളും കൊള്ളക്കാരും ഒക്കെയുള്ള ധാരാവിയിലെ ഒരു ചേരി
ഈ ഞാൻ ഒരൊറ്റ രാത്രി കൊണ്ട് ഒഴിപ്പിച്ചിട്ടുണ്ട്, ഒരൊറ്റ രാത്രി കൊണ്ട്. പതിവിടി കീഴ് കേസുകള്. തന്റെ ഈ കളരിയും മർമ്മവിദ്യയും തരികട നമ്പറും എല്ലാം ചെലവാവും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെയാ. നീ ഇപ്പൊ എന്റെ പകുതി അഭ്യാസേ കണ്ടിട്ടുള്ളൂ. ബാക്കി പകുതി കാണാൻ കരളുറപ്പുണ്ടെങ്കിൽ മാത്രം എന്റെ മുന്നിൽ വാ. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, അതൊരു രോഗലക്ഷണമാണ്. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടിയാകരുതെന്ന് മാത്രം. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തണ പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. കടകടകടകടാന്ന്. വയസ്സുകളൊക്കെ തോനായില്ലേ? ഇനിയെങ്കിലും ഈ തറ വേലകളൊക്കെ നിർത്തി അവനെ എന്റെ ജോലികൾ ചെയ്ത് ജീവിക്കാൻ നോക്കടേ. താൻ സുമുഖ സുന്ദരനായ നായകൻ, ഞാൻ വില്ലേ. തറ വേല എക്സ്പെക്ട് ചെയ്യണം. താണ്ടെ ഇത് നമ്മളെ ലാസ്റ്റിലത്തെ അഭിമുഖ സംഭാഷണം ഏട്ടാ. മച്ചു മാട വേണ്ട ഏട്ടാ, താടി കേടാ. നീ എന്ന് തടയാൻ പറ. ഇതിൽ എത്ര എണ്ണത്തിന് ചങ്കുറപ്പുണ്ടെന്ന് ഞാനൊന്ന് കാണട്ടെ. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുകയല്ലേ? ഇല്ലടാ, അത് പറയാനാ ഞാൻ വന്നത്. 2 വിരല് മതി കൊരവള്ളി പൊട്ടിച്ച് നിന്നെ കൊല്ലാൻ. അങ്ങ് തലസ്ഥാനത്ത് ദില്ലിയിലും ഒരുപാട് ക്ണാപ്പന്മാര് ശ്രമിച്ചു നോക്കിയതാ. നീ ചെയ്ത ക്രൂരതയ്ക്ക് നീ അനുഭവിക്കണം. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. നെഞ്ചിൻ കൂട് ചിതറിപ്പോവും എന്റെ വിരലൊന്ന് അനങ്ങിയാൽ. അത് കാണാൻ തന്നെ ഞാൻ വന്നത്. ഞാൻ പറഞ്ഞത് മുഴുവൻ മനസ്സിലായെങ്കിൽ എഴുന്നേറ്റ ആസനത്തിൽ പൊടിയും തട്ടി നേരെ കിഴക്കോട്ട് വെച്ച് പിടിച്ചോ. നീ ഡമ്മികളെ ഇറക്കി രക്ഷപ്പെടാനാണ് ശ്രമമെങ്കിൽ ഞാൻ വരും, തൂണ് പിളർന്നും വരും.